കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാ. അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നും നമ്മെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആദിനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ. കരങ്ങൾ വീശി പാടാം. ആരാധന 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 ആരാധന. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന യേശുവേ മഹത്വം മഹത്വം മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. മഹത്വത്തിന്റെ രാജാവേ ഞങ്ങളെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്വർഗീയ രാജാവേ ഞങ്ങളെ വാഴ്ത്തുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി നന്ദി നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ വീശി ചേർന്ന് പാടട്ടെ. ആരാധന. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ. ആരാധന ആരാധന ആരാധന. ആദ്യനും അന്ത്യനും ആദ്യനും അന്ത്യനും നീ
പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രാർത്ഥിക്കുക, ഏറ്റു പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ. പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ്. അച്ഛൻ്റെ കൂടെ ഒരുമിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദേവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിന് അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഈ പ്രഭാതത്തിൽ അതീവ സ്നേഹത്തോടെ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ ദേവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദേവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി സഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരങ്ങൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പവും കൂടുതൽ അനുഭവിക്കുകയും ആത്മീയവിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. അമ്മേ പരിശുദ്ധമ്മേ, സർവ്വങ്ങളുടെ രാജ്ഞിയായ അമ്മയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ സഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. പ്രിയമുള്ളവരെ, ഇപ്പോഴും പ്രഭാതത്തില് നിങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ, ഉടമ്പടി ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഉടമ്പടി ചെയ്തിട്ടുള്ള വിഷയങ്ങൾ, മുട്ടയിൽ നിന്ന് കൈകൾ കൂപ്പി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് ഭക്തിപൂർവ്വം സമർപ്പിക്കേണ്ടതാണ്. ഈ പ്രാർത്ഥനയോടുകൂടിയാണ് ഇന്നത്തെ ദിവസം നമ്മൾ ആരംഭിക്കുന്നത്. വീണ്ടും പ്രാർത്ഥിക്കുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഈ പ്രഭാതത്തിൽ എന്റെ കുടുംബത്തിനു വേണ്ടി, എന്റെ കൂടപ്പിറപ്പുകൾക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി ഞാൻ അങ്ങയോട് അപേക്ഷിച്ച എല്ലാ കാര്യങ്ങളും എനിക്ക് ലഭിച്ച സുവിശേഷത്തിന്റെ സാക്ഷിയായി ജീവിക്കുവാൻ എന്നെയും എന്റെ കുടുംബത്തെയും ഉയർത്തണമേ. ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ
ആദിനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ. ആരാധന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, പ്രാർത്ഥന ഒരു ദൈവ പൈതലിൻ്റെ ശ്വാസോച്ഛ്വാസവും അതേസമയം തന്നെ ഭക്ഷണവുമാണ്. പ്രാർത്ഥനാ ജീവിതം ഏതെങ്കിലും വിധത്തിൽ സൂക്ഷിച്ചു പോയാൽ നമ്മുടെ ആധ്യാത്മിക ജീവിതവും അതിനെ അനുബന്ധിച്ച് നിൽക്കുന്ന നിത്യത വരെയുള്ള എല്ലാ കാര്യങ്ങൾക്കും വലിയ ക്ഷയം സംഭവിക്കും. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ അപകടം അവൻ്റെ പ്രാർത്ഥനാ ജീവിതവും ആധ്യാത്മിക ജീവിതവും അപകടത്തിലാകുന്നതാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലെ വലിയ വലിയ വെല്ലുവിളികളാണ്. പ്രഭു പ്രഭു, നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ വായിക്കത്തില്ലേ, പ്രഭു പ്രഭു, ഞങ്ങൾ വയലിൽ നല്ല വിത്തല്ലേ വിതച്ചത്, പിന്നെ കളകൾ എങ്ങനെയുണ്ടായി. നമ്മൾ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 13-ാം അധ്യായം 27-28 വചനങ്ങൾ വായിക്കുമ്പോൾ ഈ ചോദ്യം എക്കാലവുമുണ്ട്. അപ്പോഴേ കൃഷിക്കാരൻ ഉടമസ്ഥൻ, പാടശേഖരത്തിൻ്റെ ഉടമസ്ഥൻ ഒരു മറുപടി പറയും, അത് ശത്രു ചെയ്ത പണിയാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഇങ്ങനെ വിളകൾക്കിടയിലെ കളകൾ കാലഘട്ടങ്ങളിലൂടെ ഇങ്ങനെ വിതച്ചുകൊണ്ടിരിക്കുകയാണ് ശത്രു. സഭ വളരാതിരിക്കാൻ, സഭയുടെ ആത്യന്തികമായ അടിസ്ഥാന നിലനിൽപ്പ് തന്നെ അവതാളത്തിലാക്കിക്കൊണ്ട് ശത്രു ഇങ്ങനെ കളകൾ വിതച്ചുകൊണ്ടേയിരിക്കും. ഇത് വരുന്നൊരു വിഷയമെന്ന് പറയുന്നത്, ഇത് കേൾക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴേ ഞാനിത് ഇങ്ങനെ സംസാരിക്കണമെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വാർത്ത ഇതാണ്, ഭക്ഷണവും ലൈംഗികതയും പാപമല്ല, മാർപ്പാപ്പയുടെ പടവും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് കേൾക്കുന്ന വ്യക്തികൾക്ക് തോന്നും ലൈംഗികത, അപ്പോൾ എങ്ങനെയും ജീവിക്കാം ഇവിടെ. 2 ഭാര്യയോ 3 ഭാര്യയോ, ഗർഭചിത്രമോ, വ്യഭിചാരമോ, ഉപേക്ഷിക്കലോ, ആത്മഹത്യയോ, അതിനുശേഷം വേറെ ഒരുത്തിനെ കല്യാണം കഴിക്കണതോ, ഇങ്ങനെ എന്ത് ലൈംഗിക വൈകൃതവും ചെയ്ത് കൂട്ടാം. അതൊന്നും പാപമല്ല എന്നുള്ള ധാരണ ജനങ്ങളിലേക്ക് കൊടുക്കുന്ന ഇതൊക്കെ ഇങ്ങനെ വിവാദമാകും ഇടക്ക്. ഈ കാലഘട്ടമാണ് ഇതുപോലെ വത്തിക്കാനെ കരുവാക്കിക്കൊണ്ട് വിവാദ വ്യവസായങ്ങൾ കൊഴുപ്പിക്കുകയും മാധ്യമങ്ങൾ ഇതുപോലെ കളകളെ വിതച്ചിട്ട് മറഞ്ഞിരിക്കുകയും ചെയ്യുന്നത്. ഇതെല്ലാം ആത്മനാശത്തിന് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ശത്രുവിൻ്റെ. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 13:27 പറയുന്ന, പ്രഭു പ്രഭു, അങ്ങ് നല്ല വിത്തല്ലേ വിതച്ചത്. മാർപ്പാപ്പ എന്താ പറഞ്ഞത്? മാർപ്പാപ്പ പറഞ്ഞത് ലൈംഗികത അത് ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. കാര്യം ഒരു വംശം ഇവിടെ നിലനിന്ന് പോകുന്നതിന് വേണ്ടിയുള്ള ദൈവികമായ ശക്തിയാണ് കൈമാറ്റം. ആ സന്തോഷത്തിന് കാരണമായതുകൊണ്ട് വംശം നിലനിർത്താൻ വേണ്ടി ദൈവത്തിൻ്റെ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് മാറുകയാണ്. ഭക്ഷണം അതുപോലെ തന്നെയാണ്. ഫിച്ചുറ എന്നുള്ള അദ്ദേഹത്തെ കാർലോ പെട്രോയുടെ ഒരു ബുക്കാണത്.
അതിൽ ക്രോഡീകരണമാണ് അത് മാർപ്പാപ്പയുടെ പ്രഭാഷണത്തിൻ്റെ. അതിൽ നിന്ന് ചില ഭാഗം മാത്രം അടർത്തിയെടുത്തിട്ടാണ് ഈ ആസ്ഥാനത്ത് അത് ഉദ്ധരിച്ചിട്ട് ജനങ്ങളെ വഴിതെറ്റിക്കാനുള്ള ശ്രമങ്ങൾ. അതാണ് ഈ പ്രഭു അങ്ങ് നല്ല വിത്തല്ലേ വിതച്ചത്, പിന്നെ കളകൾ എങ്ങനെ ഉണ്ടായി എന്ന് ചോദിക്കുമ്പോൾ ഒറ്റ മറുപടിയേ ഉള്ളൂ. അത് ആ മാധ്യമം ചെയ്ത പരിപാടിയാണ് എന്നല്ല പറയണത്, അല്ലെങ്കിൽ നാട്ടുകാർ പറഞ്ഞുണ്ടാക്കിയതാണെന്നല്ല പറയണത്. അത് ശത്രു ചെയ്ത പണിയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ സഭ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ, വിശ്വാസം ഇങ്ങനെ കേൾക്കുമ്പോൾ ഉടനെ വിവേചിച്ച് മനസ്സിലാക്കണം. കാര്യം നമുക്ക് രണ്ട് പറച്ചിലില്ല. അപ്പോൾ വിശ്വാസം ഉടനെ മനസ്സിലാക്കണം, ഇത് ശത്രു ചെയ്ത പണിയാണ്. വിശ്വാസിയെ വഴി തെറ്റിക്കാൻ വേണ്ടി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിൻ്റെ കാലം മുതൽ നമുക്കറിയാം, പ്രാർത്ഥിക്കാൻ വേണ്ടി കർത്താവ് മരിക്കാൻ പോകുന്ന ഒരു ചോര വിയർക്കണ ഒരു നിമിഷം ബൈബിളിലുണ്ടല്ലോ. ചോര വിയർക്കണ നിമിഷം. ആ ചോര വിയർക്കണ നിമിഷങ്ങളിൽ പോലും അപ്പോസ്തലന്മാർ ഉറക്കമായിരുന്നു. ഇപ്പം ശരീരത്തിൻ്റെ ഒരു അവശത ഇതൊക്കെ മനസ്സിലാകുമോ? അതായത് കർത്താവ് മരണകരമായ വേദന അനുഭവിക്കുന്ന ആ നിമിഷം അത് കണ്ടുകൊണ്ടിരുന്ന് ഉറങ്ങുന്നതാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അവശത. ഇതാണ് ശരീരം. കർത്താവ് വന്ന് പറഞ്ഞതിന് ശേഷവും ശരീരം അനുസരിക്കണില്ല. അപ്പോൾ കർത്താവ് അതിന് സമാധാനം പറയും. എന്താണ് പറയണത്? ആത്മാവ് സന്നദ്ധമാണ്. അപ്പോസ്തലന്മാരെ നീതീകരിച്ചുകൊണ്ടാണ് ആ ദൈവസ്നേഹം അവിടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് മനസ്സിലാക്കുന്നത് പോലെയാണ്. ഈശോയുടെ ഒരു രീതി അതാണ്. ശരീരം ഇത്രയും ബലഹീനമായതുകൊണ്ട് ദൈവത്തിനെ കുറച്ച് മനസ്സിലാക്കൽ ഇത്തിരി കൂടുതലാണ്. അതുകൊണ്ടാണ് ഈശോ പറയണത് മർക്കോസിൻ്റെ സുവിശേഷത്തിലെ 16-ാം അധ്യായം വാക്യത്തിലെ 38-ാമത്തെ തിരുവചനം, ആത്മാവ് സന്നദ്ധമാണ്, പക്ഷേ ശരീരം ബലഹീനമാണ്. അതാണ് സംഭവം. ആത്മാവ് സന്നദ്ധമായാലും, ഞാനതിനെ ഇങ്ങനെയാണ് വായിച്ചത്, അതായത് ആത്മാവ് സന്നദ്ധമായാലും ശരീരം ബലഹീനമാണെങ്കിൽ കട്ടപ്പുക, ഒന്നും ചെയ്യാനില്ല. ആത്മാവ് സന്നദ്ധമാണെന്ന് പറഞ്ഞൊരു കാര്യമില്ലല്ലേ, ഒരു കാര്യമില്ല. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന, എൻ്റെ പേര് ജെറി. ഞാൻ കൊല്ലം പള്ളിത്തോട്ടത്ത് നിന്ന് വരുന്നു. 3ാമത് ഗർഭിണിയായപ്പോൾ 5ാം മാസം സ്കാനിങ്ങിൽ പ്ലാസെൻ്റ താഴെ നിൽക്കുന്നതെന്ന് പറഞ്ഞു. പ്രസവത്തിന് മെഡിക്കലിൽ പോകണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു. 2 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും സ്കാൻ ചെയ്തു.
അപ്പോൾ അവർ പറഞ്ഞു സിസേറിയൻ സമയത്ത് യൂട്രസ് എടുത്ത് മാറ്റേണ്ടി വരും, 12 കുപ്പി ബ്ലഡ് വേണ്ടി വരും. എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ യാതൊരു ഉറപ്പും തന്നെ പറയുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. അച്ഛൻ വയറ്റിൽ കുരിശൊക്കെ ഇട്ടെന്നിട്ട് പറഞ്ഞു കുഞ്ഞുമായി വന്ന് സാക്ഷ്യം പറയണമെന്ന്. സിസേറിയൻ സമയത്ത് ഈ പറഞ്ഞ ഒന്നും തന്നെ സംഭവിച്ചില്ല. ഒരു കുപ്പി ബ്ലഡ് പോലും വേണ്ടി വന്നില്ല. എന്നെയും കുഞ്ഞിനെ രക്ഷിച്ച മാതാവിന് ഈശോയ്ക്കും കോടാനോടി നന്ദി. അതുപോലെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് വീട്ടിൽ വന്ന സമയത്ത് എൻ്റെ അനിയത്തിയുടെ മോൻ വീട്ടിലുണ്ടായിരുന്നു. എൻ്റെ വീട് 2ാമത്തെ നിലയിലായിരുന്നു. മോൻ 2.5 വയസ്സായിരുന്നു. മോൻ ജനലിൻ്റെ താഴേക്ക് വീണു. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു, മാതാവെ ഒന്നും തന്നെ സംഭവിക്കില്ല. പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് തന്നെ ആ ഷീറ്റിൻ്റെ പുറത്തെത്തി നിലത്ത് വീണില്ല. അപ്പോഴത്തേക്ക് അവൻ എഴുന്നേറ്റ് നിന്നു. മാതാവിന് ഒത്തിരി നന്ദി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, രോഗങ്ങളുള്ളവരെ അതീവ വിശ്വാസത്തോടെയും രോഗാതുരമായ ഇടങ്ങളിലെല്ലാം കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. നിങ്ങളെ പുതിയ ആൾക്കാരാകാൻ ചിലർ കൃപാസനത്തിൻ്റെ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നത്, കൃപാസനത്തെക്കുറിച്ച് അറിയുന്നതിന് നിങ്ങൾ ഈ ദിവസങ്ങളിൽ നടക്കുന്ന ഗ്ലോബൽ റോസറി ഗൂഗിൾ മീറ്റ് ശുശ്രൂഷകൾ മാത്രം കണ്ടാൽ മതി. എത്രയോ മനുഷ്യരാണ് ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഇടങ്ങളിൽ നിന്നുകൊണ്ട് സാക്ഷ്യം പറയണത്. കഴിഞ്ഞ ഒരു ദിവസം ഒരു സാക്ഷ്യം ഗൂഗിൾ മീറ്റിൽ വന്നത്, ഒരു ചേച്ചിയുടെ ബ്രെയിൻ ട്യൂമർ അത്ഭുതകരമായി സുഖപ്പെട്ടതാണ് അവർ പറഞ്ഞത്. അപ്പം ഞാനിതുപോലെ ഉടമ്പടി ആരാധനയിൽ പറഞ്ഞത് ഇതാണ്: മക്കളെ, രോഗമുള്ള ഇടത്ത് കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ ആ ചേച്ചി എന്നാ ചെയ്തത്, അവിടെ തലയിലുള്ളിൽ ട്യൂമറാണ്. ഉടനെ അവർ ആ സമയത്ത് ഈശോയുടെ നാമത്തിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ കീമോതെറാപ്പി ചെയ്തിട്ട് സുഖപ്പെടാതിരുന്ന തലവേദനയുടെ രോഗമുള്ളതാണ്. പക്ഷേ പിന്നീട് സ്കാൻ ചെയ്തപ്പോൾ ആ സിസ്റ്റം അവിടെ ഇല്ല. അപ്പം നീ ഏത് ഭൂഖണ്ഡത്തിൽ താമസിച്ചിട്ട് ഒരു കാര്യമില്ല, എവിടെയായാലും ഒരു പ്രശ്നമില്ല. എന്താ കാര്യം? കർത്താവിൻ്റെ ചൈതന്യം അവിടെ ഉണ്ടാകും. ഇപ്പോൾ ഈ പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട, ജീവനോടെ പ്രത്യക്ഷപ്പെട്ട തിരുവത്താറയിലാണ്. അമ്മയുടെ മധ്യസ്ഥത്തിലാണ് ഈ ആരാധന നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ശിരസ്സിന് വേദനയുള്ളവർ ശിരസ്സിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. ചെവിയിൽ നിന്ന് പഴുപ്പ് വരുന്നവരുണ്ടാവും, കൈവച്ച് പ്രാർത്ഥിക്കണം. മുക്കിൽ നിന്ന് ചോര വരുന്നവരുണ്ടാകും. ചില പ്രത്യേക രോഗമുള്ളവർക്ക് മുക്കിൽ നിന്ന് ചോര വരത്തില്ലേ, അവരും തലയെ കൈവച്ച് പ്രാർത്ഥിക്കണം. കണ്ണ് കാഴ്ചക്കുറവുള്ളവരും കണ്ണ് തിമിരമുള്ളവരും കണ്ണിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. ഈ 2 മാസത്തിനുള്ളിൽ, ഒരു 1.5 മാസത്തിനുള്ളിൽ 4 സാക്ഷ്യങ്ങളാണ്. മുടി ബാൾഡായി പോയ ആൾക്കാരെ ഒരു പ്രാർത്ഥന കഴിയുമ്പോൾ മുടി കിളിർത്ത് വന്നിരിക്കണത്. അതെല്ലാം നിങ്ങൾക്ക് ഗൂഗിൾ മീറ്റിൽ കാണാൻ പറ്റുമോ? ആ സാക്ഷ്യങ്ങളെല്ലാം നിങ്ങളത് കാണണം. കർത്താവ് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടൽ സഭ പഠിക്കാൻ വേണ്ടി ഒത്തിരിയേറെ അത്ഭുതങ്ങൾ നടക്കുന്ന ഒരു വലിയ കാലമാണ്. മനുഷ്യൻ്റെ കണ്ണീരെല്ലാം ഒപ്പിയെടുക്കുക മാറ്റുകയാണ്. ദുരന്തമുണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്നാണ് അമ്മ 2004 പറഞ്ഞത്. ദുരന്തം വ്യക്തിപരമായ ദുരന്തമായാലും കുടുംബപരമായ ദുരന്തമായാലും ദേശീയ ദുരന്തമായാലും പരിഹാരം പ്രാർത്ഥന തന്നെയാണ്. അതുകൊണ്ടാണ് ഉടമ്പടി പ്രാർത്ഥനയ്ക്ക് അമ്മ തന്നിരിക്കുന്നത്, പ്രത്യക്ഷീകരണ പ്രാർത്ഥന തന്നിരിക്കുന്നത്. ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ കൂടെ തന്നെയാണ് നമ്മൾക്ക് ഉടമ്പടി വന്നത്. ഉടമ്പടിയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രാർത്ഥന. അതുകൊണ്ട് തന്നെയാണ് ഉടമ്പടി എടുത്തിട്ടുള്ള മക്കൾ നിർബന്ധമായിട്ടും ഈ ആരാധനയിൽ പങ്കെടുക്കണമെന്ന് അച്ഛൻ പറയാൻ കാരണം, നമ്മൾ പരിശുദ്ധ അമ്മയുടെ മനസ്സിനനുസരിച്ച് കൊണ്ടുള്ള ലോകദുരന്ത നിവാരണത്തിന് വേണ്ടിയുള്ള ആത്മീയ നടപടിയായിട്ടാണ്, ശുശ്രൂഷയായിട്ടാണ് കൃപാസന ഉടമ്പടി ആരാധന പോണത്. അത് കുടുംബത്തിനും വ്യക്തികൾക്കും എല്ലാം ഒരുപോലെ ദൈവാനുഗ്രഹം തരും. കാര്യം അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സാധൂകരിക്കുന്നതിൻ്റെ അടയാളങ്ങൾ സഭ ഏറ്റെടുക്കാനും പഠിക്കാനും അതിനെക്കുറിച്ചുള്ള സത്യാവസ്ഥ വെളിപ്പെടുത്തേണ്ടി വരുമ്പോഴേ ദൈവ മനസ്സ് വെളിപ്പെടും. അതിനുവേണ്ടിയാണ് ഈ അടയാളങ്ങളെല്ലാം തരണത്. അപ്പം അത് നിങ്ങളെ സുഖപ്പെടുത്തുന്ന സമയമാണ്. അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ശിരസ് സംബന്ധമായ മുഴുവൻ രോഗങ്ങളുള്ളവരാണ്. തൈറോയ്ഡ് രോഗമുള്ളവരും
സ്പോണ്ടിലോസിസ് രോഗങ്ങളുള്ളവരുണ്ടാകും. അതുപോലെ തന്നെ ടോൺസൈറ്റ് രോഗങ്ങളുണ്ടാകാം. തൊണ്ടയിൽ കുരുക്കളുള്ളവരുണ്ടാകാം. തൊണ്ടയിൽ ചിലപ്പോൾ അകത്തുള്ള തൊലി പൊളിഞ്ഞു പോകുന്നവരുണ്ടാകാം. അങ്ങനെ വ്യത്യസ്തമായ രോഗികളെ അതേ ബോധത്തോട് കൈവെക്കേണ്ടതാണ്. പല്ല് കൊഴിഞ്ഞു പോണവരെ, എപ്പോഴും തലനീറങ്ങുന്നവരുണ്ടാകും. അവരെല്ലാം തലയിൽ കൈവച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കേണ്ടതാണ്. അച്ഛൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. എൻ്റെ മക്കളെ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടേയിരിക്കണം. അപ്പാ, സ്വർഗീയപ്പ, നിന്റെ നാമത്തിൽ ഞങ്ങൾ കൈവർത്തി പ്രാർത്ഥിക്കുന്നപ്പാ. എൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. തിരുമുറുവാർന്ന വലതുകരം ഓരോ മക്കളുടെ ഇപ്പോഴും ശിരസ് കൈവച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളിലേക്കും അങ്ങ് വെക്കണമേന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, അടിപ്പിണർ പോലെ, വൈദ്യാഘാതം പോലെ സംബന്ധമായ രോഗങ്ങൾ, തലച്ചോറിലെ കുരുക്കൾ, സിസ്റ്റുകളെല്ലാം ഇപ്പോഴും നിർവീര്യമാകട്ടെ. എൻ്റെ കർത്താവിൻ്റെ വലിയ ശക്തിയിൽ കർത്താവെ, ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അപ്പാ, അങ്ങ് ഇപ്പോൾ തന്നെ യേശുക്രിസ്തുവിന്റെ നാമത്തിലെ അങ്ങ് കൈ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, അങ്ങ് ഇപ്പോൾ തന്നെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപ്പോസ്തലന്മാരെ പോലെ നടപടി 4:30 പ്രാർത്ഥിക്കുന്നപ്പാ. അങ്ങനെ കൈ ഉയർത്തണമേ. ശിശു രോഗങ്ങൾ, സ്ഥിര സംബന്ധമായ രോഗങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായവൻ നൽകിടും. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായവൻ നൽകിടും. ഇപ്പോൾ നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ എല്ലാ ജീവിത നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ശിരസ് നമിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ നന്ദി, ഈശോയേ സ്തുതി, യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ. ഈശോയേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, ഇന്ന് ജീവിക്കുന്ന ഈശോയേ, തിരുനാമത്തിനായി നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,